ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. താൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ അദ്ദേഹം രംഗത്ത് വന്നു. ആരാണെന്നറിയണ്ടേ? അഭിനയ പുതിയൊരു ലോകവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. എന്തിനാണെന്നറിയാമോ? ഒന്നാമതായി തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തില് കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്, അതിന് വിരാമം ഇടുക. രണ്ടാമതായിട്ട് ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുക. ആദ്യത്തെ കാര്യത്തില് അദ്ദേഹം ഫസ്റ്റ് സക്സസ്ഫുൾ ആയി ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ആ വാർത്താ സമ്മേളനം അദ്ദേഹം ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് മെൻഷൻ ചെയ്തത് ഓപ്പറേഷൻ റൈസിംഗ് ലയണിനെ കുറിച്ചാണ്. നമ്മളിൽ പലർക്കും അറിയില്ല എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന്. ഇതെന്താണെന്ന് ചോദിച്ചാല് അമേരിക്കയും ഇസ്രായേലും സംയോജിതമായി ഇറാന് മേൽ നടത്തുന്ന ആക്രമണത്തിന് അവര് വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അവർക്കിതിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. 3 ലക്ഷ്യങ്ങളാണ് ഇന്നലെ നെതന്യാഹു ആ വാർത്താ സമ്മേളനത്തിൽ മെൻഷൻ ചെയ്തത്. ഒന്നാമതായി പറഞ്ഞത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം റിമൂവ് ചെയ്യുക. കാരണം ഇറാനെ പോലെ ഒരു രാജ്യം ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്തായാലും നാശനഷ്ടങ്ങൾ വരുത്തും. അതുപോലെ തന്നെ ഇറാനിലെ ജനങ്ങൾക്കും അത് ഭീഷണിയാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇറാൻ നിർമ്മിക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ലോകത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ നിന്നും ഇറാനെ പിന്നോട്ട് വലിക്കുക. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്ന് വെച്ചാൽ ഒരു കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു കോണ്ടിനെന്റിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നത്രയും റേഞ്ചിൽ വരുന്ന മിസൈൽസ് ആണ്. ഒഫീഷ്യലി വരുന്ന കണക്കുകൾ പ്രകാരം ഇറാന്റെ കയ്യിൽ 5500 കിലോമീറ്റർ റേഞ്ച് വരുന്ന ICBM ഉണ്ടെന്ന് പറയുന്നു. അതുമാത്രമല്ല, അൺഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങള് ഇറാന്റെ കയ്യിൽ മെയ്സോ പോലെ ഒരു 10,000 കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന വലിയ മോൺസ്റ്റർ മിസൈൽസും ഇറാന്റെ പണിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇതിന് ഒഫീഷ്യലി ഒരു സ്ഥിരീകരണമൊന്നുമില്ല, ഡിബേറ്റഡ് ആണ്. എന്നാലും ഇറാൻ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് നിർമ്മിക്കുന്നുണ്ടെന്നും അത് രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് ഭീഷണിയാകുമെന്നും ഉള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം സത്യമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ഇനി മൂന്നാമത്തെ ലക്ഷ്യം, അത് കേൾക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ചിരി വരും. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ മൂന്നാമത്തെ ലക്ഷ്യം ഇറാനിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ്. ഇവര് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറാന്റെ മേല് മിസൈൽസ് വർഷിച്ച് ഇറാനിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കുക. പക്ഷെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 47 വർഷമായിട്ടുള്ള അയത്തൊള്ള റെജിമിൽ നിന്ന് ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക. കുറച്ച് രസകരമാണ്. എന്നാലും ഈ 3 ലക്ഷ്യങ്ങളാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയണിലുള്ളത്. ഇതായിരുന്നു ഇന്നലത്തെ നെതന്യാഹുവിന്റെ സമ്മേളനം. ഈ സെയിം ടൈമില് അമേരിക്ക വേറൊരു കാര്യം ചെയ്തു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസില് അവരുടെ ഭാഗത്തു നിന്ന് 10 വാർത്തോഗ് ജെറ്റ് എയർക്രാഫ്റ്റുകളും അതുപോലെ AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും അതുപോലെ ഒരു 5000 പൗണ്ട് വെയിറ്റ് വരുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് പെനിട്രേറ്റർ ബോംബുകളും ഹോർമസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഡിപ്ലോയ് ചെയ്തു. ഇതിന്ന് ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? യെസ്, ഗ്ലോബൽ എനർജി സപ്ലൈ കൺട്രോളർ ആവുക. ഇത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെന്റഗന്റെ ഒരു സമ്മേളനം കൂടി ഇന്നലെ നടന്നു. അപ്പൊ അവരുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡാൻ കെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് 20% ഗ്ലോബൽ ഓയിൽ ട്രേഡ് നടക്കുന്നത്. അപ്പോ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ എതിരാവുന്ന തരത്തില് ടെഹ്റാൻ, നമ്മുടെ ഇറാന്റെ തന്നെ വേറൊരു പേര്, ടെഹ്റാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആയുധങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ ആസ്തികൾ ഉപയോഗിച്ച് അവരെന്തെങ്കിലും പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താല് ഞങ്ങള് വേട്ടയാടിക്കൊല്ലും. അതിന് സ്പെസിഫിക്കലി യൂസ് ചെയ്തൊരു ടേമാണ് ഹണ്ട് ആൻഡ് കിൽ. വേട്ടയാടി കൊന്നുകളയും അല്ലെങ്കിൽ വേട്ടയാടി നശിപ്പിക്കും എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ഒരു 120 ഷിപ്പുകളുണ്ട് അവിടെ, അതുപോലെ തന്നെ 44 മൈൻ ടെയിലറുകളുണ്ട്. ഇതിനെയാണ് US അതിലൂടെ ലക്ഷ്യം വെച്ചത്. സമയത്ത് നമ്മുടെ ട്രംപിന് ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. അതായത് ഒരു ഫണ്ണി വേയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. World War II സമയത്ത് നടന്ന പേൾ ഹാർബർ അറ്റാക്ക്, അതിനെ ചെറിയൊരു ഫണ്ണി വേയിൽ ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഒന്ന് അവതരിപ്പിച്ചു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയില്ല. ഒരുപക്ഷെ ജപ്പാനെ കൂടി ഈ വാറിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ട്രംപിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കാം ഇത്. നമുക്ക് പറയാൻ പറ്റില്ല.
അതുപോലെ അദ്ദേഹം വേറൊരു അഷുറൻസ് കൂടി തന്നിട്ടുണ്ട്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന് യാതൊരു വിധത്തിലുള്ള ഗ്യാസ് ഫീൽഡിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം സൗത്ത് പാർലേക്ക് നടന്ന ആക്രമണം അമേരിക്കയുടെ അറിവോടെ ആയിരുന്നില്ല, അത് ഇസ്രായേലിന്റെ സ്വന്തം തീരുമാനമായിരുന്നു. ഇനി മേലിൽ ഗ്യാസ് ഫീൽഡിന് മേൽ ഒരാക്രമണവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് ട്രംപ് ഉറപ്പും നൽകി. എന്താണല്ലേ, പലരും പലതും പറയുന്നു. പക്ഷെ ഒന്നുറപ്പാണ്, ഈ യുദ്ധം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുദ്ധം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും എന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തോന്നുന്നില്ല. അറിയാം, നോക്കാം, കാത്തിരിക്കാം. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും താങ്ക് യു.